നമ്മളിപ്പോൾ ഉള്ളത് മീനങ്ങാടി ടൗണിൻ്റെ പരിസരം കേട്ടോ. ചെണ്ടക്കുനി എന്ന് പറയും. ചെണ്ടക്കുനി എന്ന് പറഞ്ഞാൽ മീനങ്ങാടി ടൗണിൽ നിന്ന് ആകെ 1-2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളിവിടെ കുറച്ച് ഹൗസ് പ്ലോട്ട്സ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റോഡിനൊരു 10-200 മീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാൻഡ് കാണാം. ഈ റോഡിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മളെ ലാൻഡിലോട്ട് കയറുന്നത്. നമ്മളെ ചെണ്ടക്കുനിയിൽ നിന്ന് വരുന്ന റോഡാണ്. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, ലാൻഡിലെത്തിയിട്ട് ഡീറ്റെയിൽ പറയാം. നിങ്ങൾക്ക് ഈ ഏരിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ഇട്ട് തരുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. മീനങ്ങാടിയത്തെ ഏറ്റവും റെസിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ബാക്കി ഞാൻ എന്ത് ചെയ്യാം, പ്ലോട്ടിൽ പോയിട്ട് വീഡിയോ ഇടാം. നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഈ കുറച്ച് ഇത് നിലവിൽ പിന്നെ ടാറിങ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പഞ്ചായത്ത് റോഡാണ്, ഓൾറെഡി ടാറിങ് ഉണ്ടായിരുന്നു, അതൊന്നുകൂടെ പുതുക്കി പണിയാണ്. നമ്മൾ പ്ലോട്ട് തുടങ്ങുന്ന ഈ ഇടത് സൈഡ് കേട്ടോ. ഫ്രണ്ടിൽ നല്ല വയലൊക്കെ കേട്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല വയലിൻ്റെ അന്തരീക്ഷമാണ്. ഈ ലാൻഡ് പിന്നെ കംപ്ലീറ്റ് 4 ഏക്കർ ലാൻഡ് വരും കേട്ടോ. ഇത് ഫുള്ളായിട്ട് റോഡ് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ലാൻഡ് റൈറ്റ് സൈഡിലും ലെഫ്റ്റും ഉണ്ട്. ഈ ഭാഗം ലെഫ്റ്റ് ഇല്ല കേട്ടോ, ഈ ഭാഗം റൈറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു തരാം. ഇതിങ്ങനെയാണ് ലാൻഡ് കിടക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ 10 സെൻറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ 1 ഏക്കർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ, ഒരു മാന്യമായ വിലയ്ക്ക് കിട്ടും. അതിൻ്റെ വില ഞാൻ പറയുന്നില്ല. ഇപ്പോൾ 10 സെൻറ്റിൻ്റെ വില ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ വില പറയാം. ഇങ്ങനെയാണ് ലാൻഡ്. നല്ല അന്തരീക്ഷം കേട്ടോ. മീനങ്ങാടി ടൗൺ അടുത്താണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലാൻഡ് നല്ല നിരന്ന ലാൻഡാണ്. ഞാൻ നിർത്തിയെടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇവിടുന്ന് അങ്ങോട്ട് ഇവർ ടാർ ചെയ്തിട്ടില്ല. അപ്പുറത്തെ സൈഡ് ഇതേമാതിരി ഒരു എൻട്രി ഉണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഇവിടുന്ന് ഒന്ന് ജസ്റ്റ് ഇറങ്ങി എടുത്തു തരാം. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ലാൻഡ്, നല്ല നിരന്ന ലാൻഡാണ്. നിങ്ങൾ അവിടെ കമ്പിവേലി കാണുന്നുണ്ട്, അവിടം വരെ ഈ ഒരു സൈഡുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. തൊട്ട് താഴെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വയലാണ്, അതുകൊണ്ട് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഇത് റബ്ബർ തോട്ടമായിരുന്നു, റബ്ബറിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞാണ്. ഇപ്പം നിലവിൽ ഇതിങ്ങനെ 10 സെൻറ്റ് വെച്ചിട്ട് മുറിച്ച് കൊടുക്കാനുള്ള പ്ലാനാണ്. ഒരു 40-50 സെൻറ്റോളം ഇതിൽ പോയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയൻ്റെ ഒക്കെ ഒരു നിരപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. പിന്നെ മീനങ്ങാടിയാണ്. ഈ പറയുന്ന മാതിരി അടിയിൽ കമൻ്റായിട്ട് ചോദിക്കുന്ന കേട്ടാ വന്യമൃഗശല്യം ഉണ്ടോ. പൊതുവേ ഇവിടെ ഒന്നും ഒരു വന്യമൃഗശല്യമില്ല, താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് മീനങ്ങാടി. പോളിടെക്നിക്കൊക്കെ നമ്മൾ വരുന്ന വഴി കേട്ടോ, മീനങ്ങാടി പോളി. അതേപോലെ നമ്മളെ കോളേജുണ്ട്, മീനങ്ങാടി 54 കോളേജുണ്ട്. പിന്നെ സ്കൂളുകളുണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. അങ്ങനെ മീനങ്ങാടി എല്ലാ സൗകര്യമുള്ളൊരു ഏരിയയാണ്. നമ്മൾ ബത്തേരി കൽപ്പറ്റയൊക്കെ തൊട്ടടുത്താണ്. ഏതാണ്ടൊരു ബത്തേരി കൽപ്പറ്റേൻ്റെ ഇടയിലായിട്ട് വരും മീനങ്ങാടി ടൗണ്. നമുക്ക് ആക്സസ് ആണ്. മാനന്തവാടി, പനമരം ഇതും അടുത്താണ് നമുക്ക്. അപ്പം അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. ഞാൻ ഇതിൻ്റെ അപ്പുറത്തെ പോർഷനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ റോഡ് ഇങ്ങനെയാട്ടോ വരിക. ഇതും കൂടെ ടാർ ചെയ്യും. ഒരു ചെറിയ പീസ് കൂടെ ടാർ ചെയ്യാനുണ്ട്. ലാൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നാൽ വീണ്ടും ഇത് ടാറിങ് റോഡ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് കാണുന്ന ഇല കുടുങ്ങിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ ഈ 2 സൈഡുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ലാൻഡ് കിടക്കുന്നത്. ഒന്നുകൂടെ ഇവിടെയും കൂടെ ഒന്ന് പുറത്തിറങ്ങി നോക്കാം. നമ്മളിപ്പോൾ ഈ റോഡിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ നേരത്തെ ഞാൻ കാണിച്ച റോഡ്, ഇവിടെ കുറച്ച് വാഴ കേട്ടോ. ലാൻഡിൻ്റെ ഒരു നിരപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് ഏതാണ്ട് 5 മീറ്ററിൽ ടാറിങ് ഉണ്ട് കേട്ടോ. നമുക്ക് വലിയ ബസ് വരെ വരാനുള്ള വീതിയുണ്ട്. 2 സൈഡ് കാറുകൾ പോവും, അത്ര വീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഞാനിതിൻ്റെ പുറത്തെ അന്തരീക്ഷം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും.
നമ്മൾ വന്ന വഴി ഇതാണ്. ഇത് നിലവിൽ ടാറിംഗ് ആണ്. വീണ്ടും അവർ റീടാറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ പോയത്. ഫസ്റ്റ് കയറിയത് ഇങ്ങനെയാണ് കേട്ടോ ലാൻഡ് വരുന്നത്. ഫുള്ള് വിശാലമായ വയലാണ്, നല്ല അന്തരീക്ഷം, ഫുള്ള് വീടുകളൊക്കെ ഉണ്ട്. നല്ല നിരപ്പുള്ള നല്ല ലാൻഡ്. എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയുണ്ട്, പ്ലോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ മീനങ്ങാടി ടൗൺ അടുത്താണ്, ചെണ്ടക്കുനി എന്ന് പറയും. ചെണ്ടക്കുനിയിൽ നിന്നൊരു 100-800 മീറ്റർ ഇങ്ങോട്ട് വരണം. ടാറിംഗ് റോഡ് സൈഡാണ്. ഈ ഞാനിപ്പോൾ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. സ്കൂൾ കോളേജുകളൊക്കെ തൊട്ടടുത്തുണ്ട്. നല്ല ഏരിയ ആണ്. ഇതിൻ്റെ വില ഇവർ സെൻറ്റിന് പറയുന്നത് 1,35,000 രൂപ കേട്ടോ. നെഗോഷ്യബിളാണ്, നമുക്ക് സംസാരിക്കാം. പിന്നെ നമ്മൾ കൂടുതൽ ലാൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് വില കുറഞ്ഞ് കിട്ടും. ഞാൻ പറയുന്ന 10 സെൻറ്റിൻ്റെ വിലയാണ്. 10 സെൻറ്റിൻ്റെ വില 1,35,000 രൂപയാണ്. നമ്മൾ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിഡക്ഷൻ കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. കുറേ ലാൻഡ് ഇതിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. മീനങ്ങാടി ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.